സമയം 3 മണി രാവിലെ. അപ്പോൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ കണ്ണൂരിലേക്കാണ്. എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ കണ്ടുവരുന്ന കുട്ടികൾ കെട്ടിയാടുന്ന വേടൻ തെയ്യത്തെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡ് വരെ നമ്മൾ പോകുന്നത് ബുള്ളറ്റിലാണ്. അവിടെ KSRTC ബസ് സ്റ്റാൻഡിൽ നമ്മൾ ബുള്ളറ്റ് വെച്ചതിന് ശേഷം പിന്നെ അവിടുന്ന് 4 മണിക്ക് നമുക്കൊരു ബസ്സുണ്ട് കണ്ണൂരേക്ക്. ആ ബസ്സിനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിലെത്തി നമ്മൾ ബൈക്ക് താഴെ പാർക്ക് ചെയ്ത് ഇനി മുകളിലോട്ട് പോട്ടെ. ബസ് ഇരിക്കുന്ന മുകളിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് കയറാം. നോക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡ് സീറ്റ് നോക്കിയിട്ടിരിക്കാൻ വിചാരിക്കുന്നു. ഒരു മഴയുണ്ട്, നല്ല മഴയുണ്ട് പുറത്ത്. ഇവിടെ സെറ്റിലായി ഇവിടെ ഇരിക്കാൻ വിചാരിച്ചു. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ ബസ് ഇറങ്ങിയതിന് ശേഷം കണ്ണൂരിൽ നിന്ന് പിന്നെ കാസർഗോഡ് ബസ് കയറി ധർമ്മശാലയിൽ ഇറങ്ങണം. അവിടുന്ന് പിന്നെ നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഏകദേശം കണ്ണൂർ എത്താറായി. ഇപ്പോൾ അപ്പോഴേക്കും നേരം വെളുത്തു. ഇത് നമ്മൾ ധർമ്മശാലയിൽ എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇത് നമ്മൾ ഓട്ടോ ഇറങ്ങി ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലേക്ക് കയറുന്ന കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അത് അവർക്ക് ഇഷ്ടമാവില്ല എന്നറിയാത്തത് കൊണ്ട് എടുത്ത് കയറിയിട്ട് ചോദിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. ഈ തെയ്യത്തിന് വളരെ പ്രത്യേകതയുണ്ട്. എന്താ വെച്ചാൽ കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കിട്ടുന്ന തെയ്യമാണ്. സ്കൂളിൽ പഠിക്കുന്ന ചെറിയ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ് ഈ തെയ്യം കെട്ടുന്നത് വേടനായിട്ട്. വേടൻ എന്ന് വെച്ചാൽ പരമശിവനാണെന്നാണ് കണക്കാക്കുന്നത്. ഇതിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള അലങ്കാരത്തിനുള്ള വസ്തുക്കൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ കുറച്ച് നേരത്തെ ആ കുട്ടിയുടെ അളവിനനുസരിച്ചിട്ടുള്ളത് അന്നേരം ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ അവർ അതിൻ്റെ പണികളിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. മുഖത്തെഴുത്തിന് മുന്നോടിയായിട്ടുള്ള അങ്ങനെ ഇവർ 2 പേരാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തെയ്യം കെട്ടുന്നത്. 2 പേരും 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ച് പറ്റുക എന്താ വെച്ചാൽ എത്ര നേരത്തെ ഒരു പരിപാടിയാണെന്നറിയാം. രാവിലെ നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ക്ഷമയോടെ കാത്തിരിക്കേണ്ട. ഈ 2ാം ക്ലാസ്സിലെ കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ 2ാം ക്ലാസ് പഠിക്കുന്ന എത്ര കുട്ടികൾക്ക് ഉണ്ടാവും ഈ ക്ഷമ? മുഖത്ത് ഇങ്ങനെ എഴുതി ഈ ഡ്രസ്സ് ധരിച്ച്, അത് ഈ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട് ഇതിനൊക്കെ. അപ്പോൾ ഇതൊക്കെ താങ്ങി നിൽക്കണ്ടേ അവർ. അപ്പോൾ അവർ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ദൈവികത ഉണ്ടെന്നാണ് പറയുന്നത്. തെയ്യം കെട്ടണമെങ്കിൽ അതിന് ആ ഒരു സമയത്ത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരാണ് അവർക്ക്. മറ്റേ മുഖത്തെഴുത്ത് കഴിഞ്ഞിട്ടില്ല. മറ്റേ മുഖത്തെഴുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ ഏകദേശം പൂർത്തിയായി. ഇപ്പം ഡ്രസ്സ് ധരിക്കാൻ ഇപ്പോൾ 2 പേരും കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രാർത്ഥിച്ച് അവർ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. ഈ തെയ്യത്തിൻ്റെ ഐതിഹ്യവും ഈ സമയത്ത് ഇതിൻ്റെ മുഖത്തെഴുത്തും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക.